എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ടെ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ട് അല്ലേ, കണ്ടില്ലേ, ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ ഭാഗം കൊണ്ട് നമ്മളെ തലക്കടിക്കുന്ന ഒരു സിസ്റ്റം അല്ലേ. ഇങ്ങനെ അടിക്കുക എന്നുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു സിമ്പിൾ ടെക്നിക്ക്. ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കുക, പ്രാക്ടീസ് ചെയ്യണം. നല്ല പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. ഏത് ടെക്നിക്കാണെങ്കിലും നമ്മുടെ ചാനലിനകത്ത് ഇടുന്ന ഏത് ടെക്നിക്കും നല്ല പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ടില്ല ആമർ കണ്ട് ഈ ഭാഗം കൊണ്ട് അല്ലേ, നല്ല പ്രാക്ടീസ് ചെയ്ത ആളുകളൊക്കെയാണെങ്കിൽ നല്ല ലോഡായിരിക്കും. അപ്പോൾ അടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക, നമ്മൾ ബ്ലോക്ക് ചെയ്യുക. ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ വെക്കുക. ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് സെയിം ടൈമിൽ എന്താ ചെയ്യുക, ഈ കൈ ഇങ്ങോട്ട് വളച്ചു കൊടുക്കുക, ലോഡ് കുറക്കുക, അടിക്കുക. അങ്ങനെ അടിക്കുന്ന സമയത്ത് ഇത് മാത്രം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിലേറെ ശക്തിയുള്ള ആളാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് വെക്കുന്നോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ വെക്കുക. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കും അല്ലേ, ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റിൽ ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്യുക. കണ്ട ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ചോദിക്കും എന്ത് ചെയ്യണേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് തരില്ലേ എന്നുള്ളതൊക്കെ. അത് സംഗതി ശരി തന്നെയാണ്. കാരണം ഏതൊരു ലോക്കുകൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് തന്നെ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം അതാണ് ഞാൻ പറയുന്നത്. വീഡിയോസിൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആദ്യം പതുക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിക്കുന്ന ആളുണ്ടല്ലോ, മുന്നിൽ നിൽക്കുന്ന ആൾ, അവരോട് പറയുക കുറച്ചും കൂടി സ്പീഡിൽ അടിക്കാൻ പറയുക, അടിച്ചിട്ട് വലിക്കാൻ പറയുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നമുക്കത് വിജയിക്കാൻ പറ്റുള്ളൂ അല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ്, അത് നടക്കൂലേ എന്നുള്ളത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലോക്കുകളൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ പ്രയാസം തന്നെയാണ്, കുടുങ്ങാനും പ്രയാസമാണ്. കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുപോലെ തന്നെ അത് കുടുങ്ങി കിട്ടാനും പ്രയാസം തന്നെയാണ്. പക്ഷെ എന്താണ്, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്കിൽ നിന്ന് ഒഴിയാനും പറ്റും. അതുപോലെ തന്നെ ഒഴിയാൻ പറ്റാത്ത ലോക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിയാനും പറ്റും, അതുപോലെ തന്നെ ലോക്ക് ഇടാനും പറ്റും. ഓക്കെ. പിന്നെ പല ആളുകളും ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നല്ല ശ്രദ്ധിക്കുക. നിരന്തരം പ്രാക്ടീസിലൂടെ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ കൈ വിത്തിൻ സെക്കൻഡ് കൊണ്ട് താഴത്തേക്ക് ഇറക്കിയിട്ട് നമ്മളെ ഈ എൽബോ ഉണ്ട്, ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യണം. നമ്മളെ കൈ എന്ത് ചെയ്യുക, ഇവിടെ പിടിക്കരുത്, കുറച്ച് കയറ്റിയിട്ട് പിടിക്കുക. കണ്ടോ, ഇവിടെ പിടിക്കരുത്, കുറച്ച് കയറ്റിയിട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും ഇതായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് നല്ലൊരു പ്രസ്സിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഷോൾഡറിനും അതുപോലെ തന്നെ ഈ മസിലിനും മൊത്തത്തിൽ ഇഞ്ചുറി വരും. ഓക്കെ, വൺസ് അഗൈൻ നല്ല ശ്രദ്ധിക്കുക. അടിക്കുക, സ്ലോയിൽ കാണിക്കുക. ബ്ലോക്ക് ചെയ്തു, നമ്മൾ ബ്ലോക്ക് കണ്ടില്ല, ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ കൈ ഇതിൽ കൂടെ ഇറക്കി കൊടുക്കുന്ന സമയത്ത് ഈ കൈ ഇങ്ങനെ പോരരുത്. ഇങ്ങനെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയൊക്കെയാണ് വരിക. ഈ എന്ത് ചെയ്യാം, നമ്മളെ കണ്ടില്ലേ, ഈ കൈൻ്റെ മുട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് ഈ കൈ പിടിക്കുക. കണ്ടാ, ഇനി ഇത് ആളെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. എവിടേക്ക് വേണമെങ്കിലും ആളെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നല്ല ശ്രദ്ധിക്കുക. ഈ സൈഡിൽ നിന്ന് നോക്കാം. രണ്ട് കൈ കൊണ്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ചെയ്യാം. അപ്പോൾ അടിക്കണ സമയത്ത് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ നല്ല സ്പീഡാക്കണം. കേട്ടോ, ഈ കൈ നമ്മൾ ഇതിൽ കൂടെ വരണം. ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്തു, ഈ കൈയോടെ വെച്ചു, ഇതിൽ കൂടെ ഇറക്കിയിട്ട് കണ്ടില്ലേ, ഈ കൈ കണ്ടില്ലേ, ഈ ഒരു കൈൻ്റെ മുട്ട് നമ്മൾ ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് നീരുക. കണ്ടോ, സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇവിടെ ഒന്നും കൂടി കയറ്റി പിടിക്കുകയാണെങ്കിൽ അതിൽ ആൾക്ക് നല്ല പെയിൻ ഉണ്ട്. ഞാൻ പിന്നെ ലൂസാക്കിയാണ് പിടിച്ചിട്ടുണ്ട്, വലിയ ടൈറ്റാക്കി പിടിച്ചില്ല. കാരണം ഓപ്പോണൻറ്റ് നമ്മളെന്തായാലും എന്താണ്, നമുക്ക് എന്തെങ്കിലും പറ്റണം അല്ലെങ്കിൽ അല്ലേ, ആ ഒരു രീതിയിലേക്കാണ് അടിക്കുക. അപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ തന്നെയാണ്, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ന് പറയുമ്പോൾ അത്രത്തേനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെന്താണ്, അത് സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങളൊന്നും കൂടിയൊക്കെ പുഷപ്പും സംഗതിയൊക്കെ ചെയ്ത് കുറച്ചൊരു ആളൊരു എന്താണ് മസിലും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ, ശക്തി കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലോക്ക് ഒരാളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഉള്ളൊരു അടിയാണ് ഉദ്ദേശിക്കുന്നത്. അടിക്കുക, ബ്ലോക്ക്. കണ്ടാ, ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കൂടെ ഇറക്കുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടാ, ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്യണില്ല ഞാൻ ശരിക്ക്, കാരണം അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, യെസ്, അതാണ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ലോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഞങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അത് ആ സഹകരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ്.